ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു പിക്കച്ചാം റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതെന്താണ് എന്ന് നോക്കുന്നു. അപ്പോൾ അത് ഏത് തരത്തിലുള്ളത് വേണമെങ്കിലാകാം. ഓക്കെ, അത് ഏത് മേഖലയിലും ആകാൻ സംഭവിക്കുന്നത്. നമ്മൾ അതൊന്നും അവിടെ കണ്ടീഷൻസ് വെക്കുന്നില്ല. ഇനി നിങ്ങളുടെ ലൈഫിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ, ഒരു കാര്യം അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ നിങ്ങൾ അതിനെ നേരിടണം എന്നുള്ളത്, അല്ലെങ്കിൽ അതിലൂടെ നിങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഗൈഡൻസസും, പിന്നെ ഒരു പോസിബിൾ ടൈം ഫ്രെയിം, ഇപ്പൊ തുടങ്ങിയ എത്ര സമയത്തിനുള്ളിലാണ് ഈ പറഞ്ഞൊരു കാര്യം നടക്കാൻ സാധ്യത എന്നും നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണുള്ളത്. ഇതാണ് ഗ്രൂപ്പ് 1ന്റെ ചാം, ഇത് ഗ്രൂപ്പ് 2, ഇത് ഗ്രൂപ്പ് 3. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എന്ന് എപ്പോഴും ഓർക്കണം. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് നോക്കാം. ഗ്രൂപ്പ് 1ന്റെ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ ജീവിതത്തിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാന കാര്യം എന്താണ്? ഓക്കെ, സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വളരെയധികം സന്തോഷം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നൽകുന്ന ഒരു കാര്യമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. യെസ്, ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു പുതിയ തുടക്കം കാണുന്നു. ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ആത്മവിശ്വാസമൊക്കെ നൽകുന്ന ഒരു സക്സസ്, നിങ്ങളെ സംബന്ധിച്ചൊരു വിജയം തന്നെയാണ് ഈ വരുന്ന. അത് പറഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ കാർഡ് നോക്കൂ. വിജയം എന്ന് പറയുമ്പോൾ ചെറിയൊരു വിജയമല്ല. ഓക്കെ, ഒരു ചെറിയ നേട്ടമല്ല. നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടമാണെന്ന് കാണുന്നു. നിങ്ങളെ ലൈം ലൈറ്റിൽ നിർത്തുന്ന, നിങ്ങൾക്ക് ഒരു പ്രശസ്തി കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു വിജയം, അങ്ങനെയാണ്. അതായത് മറ്റുള്ളവരുടെ അംഗീകാരങ്ങളും അഭിനന്ദനങ്ങളൊക്കെ സ്വീകരിക്കാൻ പാകത്തിനുള്ള ഒരു വിജയം ആണ് നിങ്ങളെ തേടിയെത്തുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴുള്ള ഒരു എന്താ പറയാ, ഒരു ലാക്ക് ഓഫ് ബാലൻസ് അല്ലെങ്കിൽ ലാക്ക് ഓഫ് അലൈൻമെന്റ് ഉണ്ട് ഈ ഒരു കാര്യമായിട്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു സ്വസ്ഥതയും ഒരു സമാധാനം ഒക്കെ ഒരു കുറവ് ഉള്ളതായിട്ട് കാണുന്നു. അതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം സംഭവിക്കുന്നതോടുകൂടെ, ഈ ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്നതോടുകൂടെ, ഓക്കെ, കണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു പുതിയ തുടക്കമാണ് കൊണ്ടുവരുന്നത്. ഒരുപാട് വളർച്ച, ഒരുപാട് പുരോഗതി. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പുതിയ അധ്യായം ഈ ഒരു കാര്യത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു സുപ്രധാന നേട്ടമാണ്, ഒരു വിജയമാണ്, നിങ്ങൾ നേടിയെടുക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ധൈര്യം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും നിങ്ങളുടെ കഷ്ടപ്പാടും കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൾറെഡി അങ്ങനെ എന്തെങ്കിലും വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണ് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അത് പറഞ്ഞപ്പോൾ ഞാൻ കണ്ട സമയമാണ് 313. ഇതിലൂടെ നിങ്ങൾ ഇപ്പോ എന്താ പറയാ, ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ, ഒരു എന്താ പറയാ ബാലൻസ്, ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളതെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. കൂടുതൽ സമാധാനവും സ്വസ്ഥതയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ. യെസ്, ഇത് കംപ്ലീറ്റ്ലി ഒരു പുതിയ അനുഭവമായിരിക്കും എന്ന് കാണുന്നു. ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. വളരെയധികം ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് ഇതിന്. ഈശ്വരന്റെ ഈശ്വരാധീനം എന്നാണ് കേൾക്കുന്നത്. ഒരുപാട് ഈശ്വരന്റെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. ഈ ഒരു കാര്യം ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിക്കുന്നതായിരിക്കാം. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് പരിശ്രമിക്കുന്ന ഒരു കാര്യമാവാം. അത് നടക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പൊ അത് സംഭവിക്കുമ്പോൾ അത് എന്താ പറയാ, ഇത്രയും നാൾ നടക്കാത്തതിന്റെ ആ ഒരു കുറവും കൂടെ നികത്തിക്കൊണ്ടാണ് അത് വരുന്നത്. ഓക്കെ, ഇത് എന്ത് തന്നെയാണോ നിങ്ങളുടെ ആ ഒരു നേട്ടം അല്ലെങ്കിൽ വിജയം എന്ന് പറയുന്നത്, അത് ഏത് സാഹചര്യത്തിലാണോ, എന്തിനെ സംബന്ധിച്ചിട്ടാണുള്ളത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ഒരു പെർമനന്റ് സ്റ്റെബിലിറ്റി, പെർമനന്റ് ആയിട്ടുള്ള ഒരു ഹയർ പൊസിഷൻ ആണ് അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. പെർമനന്റ് ആയിട്ട് ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ സംഭവിക്കുന്ന മാറ്റം എന്ത് തന്നെയാണെങ്കിലും, ഈ സംഭവിക്കുന്ന വിജയം എന്ത് തന്നെയാണെങ്കിലും അത് സ്ഥിരമായിട്ടുള്ളതാണ്. അത് ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളത് എത്രയൊക്കെ വിഷമിച്ചിട്ടുണ്ടോ, എത്രയൊക്കെ നിങ്ങൾ സങ്കടപ്പെട്ടിട്ടുണ്ടോ ഈ ഒരു കാര്യം നടക്കാത്തതിന്റെ പേരിൽ, അത്രയും അതിനനുസരിച്ച് തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നിങ്ങൾ അതിൽ സന്തോഷിക്കുകയും, ഒരു കാര്യം നടക്കുമ്പോൾ സന്തോഷിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നു.
കാര്യത്തെക്കുറിച്ച് കൂടുതൽ എന്താണ് പറയാനുള്ളത്? നിങ്ങളോട് ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കാൻ പറയുന്നുണ്ട്. ഇത് ലോങ് ടേം ആണ് എന്ന് പറയുന്നു. പക്ഷെ ഇത് എന്താ പറയാ, നിങ്ങൾക്കൊരു ഒരു അൺഎക്സ്പെക്റ്റഡ് എനർജി ഉണ്ട്. അതായത് ഇത് ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു സമയം, സംഭവിക്കുന്ന ഒരു മൊമെന്റ്, അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കുന്നതാവണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ടൈമിലായിരിക്കില്ല അത് സംഭവിക്കുക. നിങ്ങൾ അതിൽ നിന്നൊന്ന് ഡിറ്റാച്ച്ഡ് ആകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്താണ് ഈ നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുന്നത്. ഓക്കെ, ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടിയെത്തുന്നത്. ഇതൊരു എന്താ പറയാ, നിങ്ങൾ വളരെ ഒരു റിലാക്സ്ഡ് ആയിട്ട് ഇത് പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തെ കുറിച്ചൊന്നും ചിന്തിക്കാതെ, നിങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നിങ്ങൾ ഇരിക്കുന്ന ഒരു ടൈം ഉണ്ട്. ആ ഒരു സമയത്താണ് ഇത് സംഭവിക്കുന്നത്, ഈ ഒരു വിജയം നിങ്ങളെ തേടിയെത്തുന്നത്. അപ്പോൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ്. നിങ്ങളോട് പറയുന്നത് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ നടക്കുന്നില്ല, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഏത് തരത്തിലുള്ള വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ലഭിക്കുന്നില്ല എന്നുള്ളതിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, 0606 ആണ് ഞാൻ പറഞ്ഞപ്പോൾ കണ്ടത്. കാരണം അത് അത് ഒരിക്കലും ഇനി സംഭവിക്കില്ല എന്നുള്ളൊരു ചിന്തയും വേണ്ട. അത് സംഭവിക്കാനാണ് പോകുന്നത്. അത് യൂണിവേഴ്സ് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിനൊക്കെ അനുസരിച്ച് ഒരു നല്ല റിവാർഡായിട്ടാണ് യൂണിവേഴ്സ് ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വിജയം അല്ലെങ്കിൽ ഒരു നേട്ടം തന്നെയാണ്. അതിലൂടെ ജീവിതത്തിൽ നിങ്ങൾ പുതിയൊരു അധ്യായത്തിലേക്കാണ് കടക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു റിവാർഡാണ് ഈശ്വരനിൽ നിന്ന്, നിങ്ങൾ ഇത്രയും നാളും ചെയ്ത കഷ്ടപ്പാടുകൾക്കൊക്കെ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യത്തിലുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഈ സക്സസ് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. Clarify the Two of Pentacles. നിങ്ങളോട് പറയുന്നത് ഈ ഒരു കാര്യത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാം അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. പ്രൗഡ് ആയിരിക്കാൻ പറയുന്നുണ്ട്, അഭിമാനിക്കണം. നിങ്ങൾ ഈ ഒരു സക്സസ് ഉണ്ടാവുമ്പോൾ നിങ്ങൾ അതിനെ താഴ്ത്തി കാണാൻ പാടില്ല, അഭിമാനിക്കണം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ അതിൽ അഭിമാനിക്കാം, നിങ്ങൾക്ക് അതിൽ സന്തോഷിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അപ്പോൾ ഇല്ലാത്ത കാര്യം എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനോട് എങ്ങനെ നിങ്ങൾ പ്രതികരിക്കണം എന്നുള്ളതിൽ നിങ്ങളുടെ ചോയ്സ് ആണ് ഈ കാണുന്ന രണ്ട് ഓപ്ഷൻസ്. ഓക്കെ, നിങ്ങൾക്കൊന്നില്ല അതിൽ അഭിമാനിക്കാം, സന്തോഷിക്കാം, നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലം ലഭിച്ചു എന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടെ നിങ്ങൾക്കായിരിക്കാം. അല്ലെങ്കിൽ അപ്പോൾ എന്താണോ ഇല്ലാത്തത് പിന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിഷമിച്ചിരിക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ് എന്ന് പറയുന്നു. ഓക്കെ, ഒബ്വിയസ്ലി അതിൽ സന്തോഷിക്കുക, അതിൽ പ്രൗഡ് ആവുക എന്നുള്ളതാണ്. നിങ്ങളോട് പ്രത്യേകം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു മൊമെന്റിന്റെ ഒക്കെ ലൈഫിൽ നടക്കുന്ന നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല നിങ്ങൾ ഇതിനായിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വളരെ ഒരു 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 നിറഞ്ഞ സ്നേഹത്തോടെ കമ്പാഷനോട് കൂടെ നിങ്ങളുടെ പാസ്റ്റ് സെൽഫിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ. കാരണം എത്രത്തോളം നിങ്ങൾ അതിനായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ കറന്റ് വേർഷനിൽ നിന്ന് നിങ്ങളുടെ പാസ്റ്റ് വേർഷൻ, ഇത് നിങ്ങൾ ഈ ഒരു കാര്യം, ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു തുടങ്ങിയപ്പോൾ ഉള്ള നിങ്ങളുടെ വേർഷനും ഇപ്പോൾ ഉള്ള നിങ്ങളുടെ വേർഷനും രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് വേർഷൻ നിങ്ങളുടെ ഇപ്പോഴത്തെ അത്ര മനസ്സിന് ഉറപ്പോ ആത്മവിശ്വാസമോ ഉള്ള ഒരാളായിരുന്നില്ല. എന്നിട്ടും അത് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുവേണ്ടി പരിശ്രമിച്ചു തുടങ്ങി. എത്രക്കുള്ളിൽ ഇൻസെക്യൂരിറ്റീസും വിഷമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആ ഒരു ലക്ഷ്യത്തെ കൈവിട്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് ആലോചിക്കുക, ആ ഒരു പാസ്റ്റ് വേർഷനെ കുറിച്ച് ആലോചിച്ച് ആ പാസ്റ്റ് വേർഷനിൽ നിങ്ങൾ അഭിമാനിക്കണം. ഓക്കെ, കാരണം അവിടെ ഇപ്പോഴത്തെ അത്രയും ഹീലിംഗ് പോലും നടന്നിട്ടില്ല, എന്നിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു തുടങ്ങിയത്. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങളോട് പറയുന്നു, ഇതിങ്ങനെ എല്ലാവരോടും കൊട്ടിഘോഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവരോടും പറയണം അങ്ങനൊക്കെ ഒരു തോന്നൽ ഉണ്ടാവും, പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കീപ് ഇറ്റ് ടു യുവർ സെൽഫ്. പിന്നെ അതുപോലെ നിങ്ങളോട് പറയുന്നത് ഡെഫിനറ്റ്ലി അത് റിഫ്ലക്ട് ചെയ്യുക. ഈ ഒരു സക്സസ്, ഇതിലേക്ക് എത്തിയ ജേർണി, അത് ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം, റിഫ്ലക്ട് ചെയ്യണം. നിങ്ങളുടെ ആ ഒരു സോളിറ്റ്യൂഡിൽ ഇരുന്നു കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചുണ്ടായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സിനെല്ലാം, ഓക്കെ, ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ, നിങ്ങൾക്ക് പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുള്ള സംശയങ്ങൾക്കൊക്കെ മറുപടിയാണ് ഈ കിട്ടുന്ന സക്സസ് എന്ന് ഉള്ള തിരിച്ചറിവോടെ വേണം ഈ ഒരു സക്സസിനെ നിങ്ങൾ
വരവേൽക്കുന്നതിന്. അതുപോലെ തന്നെ മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ അപ്ഗ്രേഡ് സംഭവിക്കുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് സംഭവിക്കുന്നുണ്ട് ഈ ഒരു നേട്ടത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അത് മാക്സിമം അതിൽ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോഴും ഇല്ലാത്തതിലേക്ക് ഫോക്കസ് ചെയ്യരുത് എന്നൊരു പ്രത്യേക സന്ദേശം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എൻജോയ് ചെയ്യാനും ആഘോഷിക്കാനും ആൾക്കാർ വേണമെന്ന് നിർബന്ധവും വേണ്ട. ഓക്കെ, അത് നിങ്ങൾ സ്വയം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു ലൈഫ് സ്റ്റൈൽ, ഈ പറയുന്ന ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ നേട്ടത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അതുവരെ നിങ്ങൾ ഉണ്ടായ കഷ്ടപ്പാട് കാര്യങ്ങളെ കുറിച്ചൊക്കെ പിന്നെയും ഓർത്തിരിക്കാൻ പാടില്ല. ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിന് എന്നേക്കുമായിട്ട് ഗുഡ് ബൈ പറയണം എന്ന് നിങ്ങളോട് എടുത്തു പറയുന്നു. ഓക്കെ, നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ടാണ് ഈ വന്നിട്ടുള്ളത് എന്ന ബോധ്യത്തോടെ ആ ഒരു എന്താ പറയാ തിരിച്ചറിവോടെ ആ ഒരു നേട്ടത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക, ആ നേട്ടത്തിലെ നിങ്ങൾ സന്തോഷിക്കാം. നിങ്ങൾ ഒരുപാട് കാട് കയറി ചിന്തിച്ചതിന്റെ ഒക്കെ ആവശ്യമില്ലായിരുന്നു എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ സമയത്ത് ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ കാര്യങ്ങൾ കണ്ടെത്തരുത് എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സഡൻ ഷിഫ്റ്റ് ആണ്. കാരണം സണ്ണും ടവറും കിട്ടുമ്പോൾ പെട്ടെന്നാണ് ഈ മാറ്റം ഉണ്ടാവുന്നത്. പക്ഷെ അത് നല്ലൊരു മാറ്റമാണ്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും സംതൃപ്തിയൊക്കെ തരുന്ന നല്ലൊരു മാറ്റമാണ്. ഓക്കെ, നിങ്ങളെ ലൈൻ ലൈറ്റിൽ നിർത്തുന്ന വളരെ നല്ലൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. സക്സസ് ആണ് സംഭവിക്കുന്നത്. അപ്പൊ വീണ്ടും അവിടെ പുതിയ കാര്യങ്ങൾ ടെൻഷൻ അടിക്കാൻ കണ്ടെത്തരുത് എന്നും കൂടെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അണ്ടർലൈൻ എനർജി ഉണ്ടോ, ജഡ്ജ്മെന്റ്. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്ക്, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ നല്ല പ്രവൃത്തികൾക്കും നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും കഠിന പരിശ്രമങ്ങൾക്കും ഉള്ള ഫലമാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഈ ഒരു ലെവൽ ഓഫ് സക്സസ് അത് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് ആ ഒരു തിരിച്ചറിവോട് കൂടെ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു നേട്ടത്തിൽ അഭിമാനിച്ചുകൊണ്ട് അതിൽ സന്തോഷിച്ചുകൊണ്ട് അതിൽ ആസ്വദിച്ചുകൊണ്ട് ആയിരിക്കുക. ഓക്കെ, അപ്പോഴും മനസ്സിലേക്ക് പല നെഗറ്റീവ് തോട്ട്സ് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണെന്നുള്ളത് ആലോചിച്ചുകൊണ്ട് അപ്പൊ അത്ര നെഗറ്റീവ് തോട്ട്സിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഓക്കെ, ആ ഒരു സൈഡിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക, പ്രസന്റ് എനർജി ഫോക്കസ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ റിയാലിറ്റി, ഇതാണ് നിങ്ങൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ആ എനർജിയിലായിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി. ഇനി ഈ ഒരു കാര്യം ഇപ്പൊ തുടങ്ങിയ എത്ര സമയത്തിനുള്ളിലാണ് സംഭവിക്കാൻ സാധ്യത എന്ന് നോക്കാം. ഇപ്പോൾ തുടങ്ങിയ എത്ര സമയത്തിനുള്ളിലാണ് ഈ പറയുന്ന ഒരു നേട്ടം, ഈ ഒരു വിജയം ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടുള്ള കളക്ടീവ്സിനെ തേടിയെത്തുന്നത്? നെക്സ്റ്റ് 2 months, വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. നെക്സ്റ്റ് 2 monthsലാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. അപ്പോൾ അടുത്ത 2 മാസത്തിനുള്ളിൽ അവിടെയും ഒരു ഡിവൈൻ ടൈമിങ്ങിന്റെ പ്രസൻസ് ഉണ്ട്. ഈ 2 മാസത്തിനുള്ളിൽ ആണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എപ്പോഴും എടുക്കുന്ന ഹാർഡ് വർക്ക്, നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ആക്ഷൻ എന്താണോ അത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അത് നിർത്തരുത്. ഓക്കെ, എന്തായാലും 2 മാസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടൂലോ എന്ന് വിചാരിച്ചിട്ട് അത് ചെയ്യാതിരിക്കരുത്. പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കാം. അതിനനുസരിച്ച് കിട്ടുന്ന ഫലവും കൂടുതൽ മികച്ചതാവേ ഉള്ളൂ. അപ്പൊ ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് നൽകാനുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ അപ്പോൾ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കിട്ടിയ അക്ഷരങ്ങൾ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ്, നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ ഇവിടെ ഉണ്ടാവും. ഡ, ഭ, ഇ, ഔ, എ, മ, ധ, ർ, ഉ, ഞ, ച, ഗ, യ, ഇ. ഓക്കെ, ഇനി നമുക്ക് ബുധനാഴ്ച കിട്ടിയിട്ടുണ്ട്. ബുധനാഴ്ച നിങ്ങൾ ജനിച്ച ദിവസമായിരിക്കാം. മകരമാസം കിട്ടിയിട്ടുണ്ട്. മകരമാസം നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം.
പിന്നെ രാശികൾ കിട്ടിയിട്ടുള്ളത് ഇടവം രാശി, കന്നി രാശി, ധനുരാശി. ഇതിലേതെങ്കിലും രാശിയിൽ നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സൺ മൂൺ റൈസിങ് സയൻസ് ഇതിലേതെങ്കിലും ഒക്കെ ആയിരിക്കാം. പിന്നെ നമുക്ക് നക്ഷത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് അശ്വതി, വിശാഖം, ചതയം, ആയില്യം, രോഹിണി, ചിത്തിര, പുണർദം. ഇതിൽ നിങ്ങളുടെ ജന്മനക്ഷത്രം ഉണ്ടാവാം. ഓക്കെ, പിന്നെ നമുക്ക് തീയതികളാണ് കിട്ടിയിട്ടുള്ളത് 4, 9, 18, 25. നിങ്ങളുടെ ജനന തീയതിയും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. അപ്പോൾ ഇതിന് പുറമെ തന്നെ ഞാൻ പറഞ്ഞു, നേരത്തെ 313 എന്ന നമ്പർ ഞാൻ കണ്ടിരുന്നു. അത് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നതിന് 24 മണിക്കൂർ കാണുന്നതിന് മുൻപ് 24 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ ഇത് കണ്ടതിന് ശേഷം 24 മണിക്കൂറിനുള്ളിലോ ഈ പറയുന്ന 2 നമ്പേഴ്സ് നിങ്ങൾ ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് ഒന്നെന്ന് പറയുന്നത് 313 അല്ലെങ്കിൽ 343. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഓൾറെഡി കണ്ടിട്ടുണ്ട് എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് തന്നെയാണ്, ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. ഓക്കെ, അല്ല ഇനി നിങ്ങൾ എന്താ പറയുക, ഇനി 24 മണിക്കൂറിനുള്ളിലാണ് കാണുന്നതെങ്കിൽ അതും അഗൈൻ ഒരു കൺഫർമേഷൻ ആണ്, ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ് എന്നുള്ളതിന്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് എന്താണ്. ഗ്രൂപ്പ് 2ന്റെ ജീവിതത്തിൽ, ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ ജീവിതത്തിൽ ഇനി അടുത്തതായി സംഭവിക്കാൻ പോകുന്ന ആ പ്രധാന കാര്യം എന്താണ്. ഓക്കെ, ഒരു എൻഡിങ് ആണ് സംഭവിക്കുന്നത് കേട്ടോ, ഒരു അവസാനം സംഭവിക്കുന്നുണ്ട്. അത് അത്യാവശ്യമാണ്, അനിവാര്യമാണ് എന്ന് ഞാൻ കേൾക്കുന്നു. ക്ലാരിഫൈ ദാറ്റ്. യെസ്, ഈ ഒരു എൻഡിങ് എന്ത് തന്നെയാണോ അവസാനിക്കുന്നത് അതോടുകൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ആ ഒരു സ്റ്റക്ക് എനർജി ഉണ്ടല്ലോ, എസ്പെഷ്യലി നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ ഇനി എങ്ങനെ എന്നുള്ളൊരു മുന്നോട്ട് എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ ഒരു വഴി കാണാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുകയാണ്. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുകയാണ് നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് ഈ ഒരു എൻഡിങ് അനിവാര്യമാണ്. യെസ്, ഇതൊരു പക്ഷേ എൻഡിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഈ സെൽഫ് ലിമിറ്റിംഗ് ബിലീഫ്സ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിരിക്കാം. അത്തരത്തിലൊരു ഷിഫ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നതായിരിക്കാം. ഈ ഒരു എൻഡിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലാവും സംഭവിക്കുന്നത്, പക്ഷെ അതിന്റെ പ്രതിഫലനം നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ ഉണ്ടായിരിക്കും. ആ റിയാലിറ്റിയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ആ ഒരു ചേഞ്ച് ആണ് എന്താ നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടുന്നത്, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. ഓക്കെ, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന്റെ ആ ഒരു ക്ലാരിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് പെട്ടെന്ന് തന്നെ അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ഈ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത്, അതായത് നിങ്ങളിൽ തന്നെ ഈ ഒരു ഉണ്ടാകുന്ന ഷിഫ്റ്റ്, നിങ്ങളുടെ ആ ഒരു ഓൾഡ് വേർഷന്റെ ഒരു എൻഡിങ്ങും നിങ്ങളുടെ ന്യൂ വേർഷന്റെ ആ ഒരു ജനനം എന്ന് പറയുന്നത് തന്നെ സംഭവിക്കുന്ന കാര്യമില്ല. നിങ്ങൾ ഇതിനായിട്ട് വർഷങ്ങളോളം കഷ്ടപ്പെട്ടതായിട്ട് കാണുന്നു. വർഷങ്ങളുടെ കണക്കുണ്ട് ഇവിടെ, ദിവസങ്ങളോ മാസങ്ങളോ അല്ല, വർഷങ്ങൾ നിങ്ങൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ ക്ഷമയോടെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകുന്നതിന്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്താണോ മാറണം നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങൾ പരിശ്രമിക്കുന്നത്, അതിൽ ആ പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ ഒരുപാട് വളരെ ക്ഷമയോടെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ സ്ലോ മൂവിങ് ആയിരുന്നു. ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ പ്രതീക്ഷിക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, പക്ഷെ നടക്കുന്നത് ഇപ്പോഴാണ് എന്ന് മാത്രം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു അവസാനം സംഭവിക്കുന്നതോടുകൂടെ എന്താണോ എൻഡ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അപ്പം ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് ഈ എൻഡിങ്ങും സംഭവിക്കുന്നത്. അപ്പൊ എൻഡിങ് സംഭവിക്കുന്ന ഒരു പുതിയ തുടക്കവും ഉണ്ട് അവിടെ. ഓക്കെ, ആ പുതിയ തുടക്കവും ഉണ്ടാവുന്നത് ഇതിലൂടെ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണെന്ന് കാണുന്നു. കാരണം ഇതിന്റെ എല്ലാ പ്ലാനും യൂണിവേഴ്സ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്യുന്നത് എന്നൊരു എനർജി കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഷിഫ്റ്റ് ആണിത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ഓക്കെ,
നിങ്ങൾ വേണമെങ്കിൽ ഇത്തരം ഒരു മാറ്റത്തിന് നിങ്ങൾ ചിലപ്പോൾ തയ്യാറാകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ തയ്യാറായിരിക്കില്ല അത് സംഭവിക്കുമ്പോൾ. പക്ഷെ ഇത് നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സ്റ്റാഗ്നൻസി നിങ്ങളുടെ ലൈഫിൽ, വലിയ മാറ്റമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു ജീവിതം, അതിൽ മുന്നോട്ട് പോകാനുള്ള വഴിയും അതിലൂടെ തെളിഞ്ഞു വരികയാണ്. ഈ ഒരു എന്താണോ അവസാനിക്കുന്നത് അതിലൂടെ നിങ്ങൾക്ക് ആ മുന്നോട്ട് പോകാനുള്ള വഴി തെളിഞ്ഞു വരികയാണ്. ആ മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് വരേണ്ടതുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രഗ്ലിംഗ്, നിങ്ങൾ എന്തിലാണ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത്, എന്ത് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്, അത് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ, ഇതുവരെയും നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ചാലഞ്ചസ് ഒക്കെ, നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികളുണ്ട്, നിങ്ങൾ എടുത്തിട്ടുള്ള ഹീലിംഗ്, നിങ്ങൾ ചെയ്തിട്ടുള്ള എഫേർട്സ് ഒക്കെ, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന്റെ എല്ലാം ഫലമാണ് ഈ വരുന്നത് എന്ന് മനസ്സിലാക്കാം. മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്ഗ്രേഡും സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിൽ ഒരു അപ്ഗ്രേഡ് ഇവിടെ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ആസ് എ വ്യക്തി, ഓക്കെ, നിങ്ങൾ എന്ന വ്യക്തിയിലും ഒരു പുതിയ തുടക്കം. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഡെത്ത് ആൻഡ് റീബർത്ത് കൂടുതലും നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ആ ഡെത്ത് ആൻഡ് റീബർത്ത് നിങ്ങളിൽ സംഭവിക്കുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ ഡെഫിനറ്റ്ലി 3D റിയാലിറ്റിയിൽ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്ന വ്യക്തിയിലും കാര്യമായ മാറ്റം ഈ ഒരു എന്താ പറയണ്ടേ, ഡെത്ത് ആൻഡ് റീബർത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ന വ്യക്തിയിലും നല്ലൊരു ചേഞ്ച് വരുന്നുണ്ട് എന്ന് കാണുന്നു. കൂടുതൽ ഒരു എന്താ പറയാ, ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ, ഓക്കെ, ഇതൊരു പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഒരു ഡിസിഷന്റെ പുറത്തായിരിക്കാം. നിങ്ങളൊരു ഡിസിഷൻ, അതായത് സ്പെസിഫിക്കലി നിങ്ങൾ എന്തെങ്കിലും ഒരു പാസ്റ്റ് എനർജിയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഹീൽ ആകുന്നതിന്റെ ഭാഗമായിട്ട് അതിനെ കംപ്ലീറ്റ്ലി നിങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതിനെ കംപ്ലീറ്റ്ലി നിങ്ങൾ വിട്ടൊഴിക്കുകയാണ്. ഇനി അത് വേണ്ട എന്നുള്ള ആ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളായി തന്നെ അത് വേണ്ടാന്ന് വെക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. ആ മൊമെന്റിലാണ് ഈ മാറ്റം, ഓക്കെ, ഹീലിംഗ് നടക്കുന്നത്. ഡെഫിനറ്റ്ലി ഇതൊരു ഹീലിംഗ് എനർജിയാണ്, ഹീലിംഗ് നടക്കുന്നത്. ഇത് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഈ മൂവ് ഓൺ ചെയ്യുന്നത്, നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് മുന്നോട്ട് വരുന്നത് നിങ്ങൾ അത്രമേൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് വിഷമം തരുന്ന എന്തെങ്കിലും ഒരു കാര്യം ആയിരിക്കാം. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ, അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നത്. അതായത് നിങ്ങൾ വേദനിപ്പിച്ച ഒരു കാര്യം ഉണ്ടാവും, ഒന്നുകിൽ നിങ്ങൾ ഇപ്പോഴും ആ കാര്യത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ എനർജിയിലാണ്. അതിനെക്കുറിച്ച് ഓർക്കുക, അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുക, അതിനെക്കുറിച്ച് പറയാ. പക്ഷെ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണ്, മതി, ഇനി അതിൽ ഞാൻ ഫോക്കസ് ചെയ്യില്ല എന്നുള്ള ആ ഒരു ഡിസിഷൻ സ്ട്രോങ് ആയിട്ട് എടുക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ട്. അവിടെയാണ് ഈ ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് ട്രിഗേർഡ് ആവുന്നത്. അവിടെയാണ് നിങ്ങളിൽ ഈ ഒരു ഷിഫ്റ്റ് വരുന്നത്. ഓക്കെ, അവിടെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു വിഷ് ഫുൾഫിൽമെന്റും സംഭവിക്കുന്നത്. അപ്പൊ വിഷ് ഫുൾഫിൽമെന്റ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഇപ്പോ എന്താ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച് എന്നൊരു അർത്ഥമാണ്. പക്ഷെ പ്രധാനമായിട്ടും ഒന്ന് അവസാനിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, പുതിയതൊന്നും തുടങ്ങല്ല ആദ്യം ചെയ്യണത്, സംതിങ് ഈസ് എൻഡിങ്. ആ എൻഡിങ്ങിലൂടെ ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് റിലീസ് ആവുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി കടന്നു വരുന്ന എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രമേൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ അത്രമേൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു അൾട്ടിമേറ്റ് വിഷ് ഫുൾഫിൽമെന്റ് സ്പ്രെഡ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അതായത് ദ സ്റ്റാർ, 9 of Cups, മജീഷ്യൻ എന്നൊക്കെ പറയുമ്പം ഒരു അൾട്ടിമേറ്റ് വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ഇതെല്ലാം ആ ഒരു ഡിസിഷനിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഒരു ഡിസിഷൻ ആണ് ഇതിനെല്ലാം കാരണം ആകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡിസിഷൻ എടുക്കേണ്ട ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തുന്നു, ആ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നു, നിങ്ങളതിങ്ങനെ വേണ്ട, ഇനി വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുന്നു. അവിടെ നിന്നാണ് ഷിഫ്റ്റ്, അവിടെ നിന്നാണ് കാര്യങ്ങൾ മാറുന്നത്, അവിടെ നിന്നാണ് ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുന്നത്, നിങ്ങളെന്ന വ്യക്തിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത്, നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ സബലീകരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്ന സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് ഈ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരു എൻഡിങ്, അതിനുശേഷമാണ് വിഷ് ഫുൾഫിൽമെന്റ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് 2 ആയിരിക്കേണ്ടത്? നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, പ്രതീക്ഷയോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. നിരാശയോ അല്ലെങ്കിൽ ആകുലതയോ അല്ല വേണ്ടത്, പ്രതീക്ഷയാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എനർജി.
നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ആക്ഷൻ ആണ് എടുക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നു. ഇതൊരു ടവർ മൊമെന്റ് ആണ്. ഇത് പെട്ടെന്നായിരിക്കും സംഭവിക്കുക. ഈ ഒരു എൻഡിങ് ഔട്ട് ഓഫ് ദ ബ്ലൂ ആണ് സംഭവിക്കുന്നത്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഓൾറെഡി വിഷമിക്കുന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴും ആയിരിക്കുന്ന ഒരാളാണ്, അത് കഴിഞ്ഞു പോയിട്ടില്ല, ഇപ്പോൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയാണ്. ചിലപ്പോൾ നിങ്ങൾ പോലും ആഗ്രഹിക്കാത്ത രീതിയിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരികയാണ്. യൂണിവേഴ്സ് നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയാൻ വന്നത് അതാണ്, സഡൻ അവേക്കണിങ്. ഓക്കെ, ഓൾറെഡി കഴിഞ്ഞു പോയൊരു കാര്യമാണെങ്കിൽ സഡൻ റിയലൈസേഷൻ ആണ്. എന്തിനാ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നു, കഴിഞ്ഞു പോയൊരു കാര്യമാണ്, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് എൻ്റെ ഇനിയുള്ള ഭാവി ഞാൻ ഇതിനെ നശിപ്പിക്കണം, അങ്ങനത്തെ ഒരു സഡൻ റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക. അത് കുറച്ചു നേരത്തേക്കല്ല, നിങ്ങളുടെ കംപ്ലീറ്റ്ലി നിങ്ങളുടെ അതിനുശേഷം നിങ്ങളുടെ ചിന്തകൾ, ചിന്തിക്കുന്ന രീതി ഒക്കെ മാറുകയാണ്. ഓക്കെ, ആ ഒരു പാസ്റ്റ്, നിങ്ങൾ അത്രയും നാൾ ഹോണ്ട് ചെയ്തിരുന്ന ആ പാസ്റ്റ് നിങ്ങൾക്ക് അതൊന്നും അല്ലാതാവുകയാണ്. അങ്ങനെ ഒരു ഷിഫ്റ്റ് ആണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. അവിടെ ഏതൊരു കാര്യം നടക്കുന്നത് ഡിവൈൻ പ്ലാൻ അനുസരിച്ചിട്ടാണ്, ഡിവൈൻ ടൈമിങ്ങിലാണ്. അപ്പൊ ഇത് നടക്കുന്നതിന് അതിൻ്റെതായ ഒരു രീതി ഉണ്ട് എന്ന് മനസ്സിലാക്കുക, അതിൻ്റെതായ ഒരു ശൈലിയുണ്ട്. അത് അതിനെ പോലെ നടക്കുന്നതിന് അനുവദിക്കുക. നിങ്ങൾ പ്രതീക്ഷ കൈവിടാൻ പാടില്ല, നിങ്ങൾ പ്രതീക്ഷയോടെ വേണം ഇരിക്കാൻ. ഓക്കെ, അതേപോലെ തന്നെ ക്ഷമയോടെയും നിങ്ങൾ ആയിരിക്കണം. ക്ഷമയും അത്യാവശ്യമാണ്. പ്രതീക്ഷയോടൊപ്പം തന്നെ വേണ്ടതാണ് ക്ഷമ. ഞാൻ പറഞ്ഞല്ലോ, ഡിവൈൻ പ്ലാൻ അനുസരിച്ച് ഡിവൈൻ ടൈമിങ്ങിലാണ് നടക്കുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. ഈ ഒരു ചേഞ്ച് അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്പിരിച്വൽ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, മെഡിറ്റേഷൻസ്, അതുപോലെ തന്നെ എന്തെങ്കിലും എന്താ പറയുക, നാമജപങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾ അതിലാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്നും കൂടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂട്ടീവ് ഡൗൺലോഡ്സ്, അതുപോലെ തന്നെ യൂണിവേഴ്സ് ഒരുപാട് സയൻസ് ഒക്കെ തരുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു ചേഞ്ച് നടക്കുമ്പോൾ. കമ്മ്യൂണിക്കേഷൻ, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു സമയത്ത്. അത് കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങൾക്ക് കിട്ടുന്ന ആ ഇൻറ്റ്യൂട്ടീവ് തോട്ട്സ്, ഇൻറ്റ്യൂട്ടീവ് മെസ്സേജസിലൊക്കെ നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഓക്കെ, വളരെ കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്, എനിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഈ സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈ സംഭവം നടക്കുന്നതിനനുസരിച്ച് ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയില്ലേ, ഒഴുക്കിനനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. 9 ഓഫ് കപ്സ് പറയുന്നത് നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് നടക്കുന്നുണ്ട് ഇല്ലേ. അപ്പൊ ആ വിഷ് ഫുൾഫിൽമെന്റ് നടക്കുമ്പോൾ ഈശ്വരനോട് നന്ദി പറയാനും മറക്കരുത് എന്നും കൂടെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളും ഇവിടെ സബലീകരിക്കപ്പെടുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കുന്ന കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കാൻ ഒരു സാധ്യതയും വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അത് ആസ്വദിക്കുക, അതിൽ ആനന്ദിക്കുക. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളാണ് അവിടെ നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്. അതിനെ നിസ്സാരവത്കരിക്കരുത് എന്ന് നമ്മൾ കാണുന്നു. ഓക്കെ, പിന്നെ പറയുന്നത് സ്ട്രോങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് അതുപോലെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു പ്രൊട്ടക്റ്റീവ് എനർജി വേണം. ഓക്കെ, നിങ്ങളുടെ എനർജി വളരെയധികം പ്രൊട്ടക്ട് ചെയ്യണം, സ്ട്രോങ് ബൗണ്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മാക്സിമം ഡയറക്റ്റ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ വേണ്ട വേറൊരു കാര്യമാണ് പീസ്ഫുൾ ആയിരിക്കുക. ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരാൻ സാധ്യതയുള്ള സമയം തന്നെയാണ്. അതുകൊണ്ടാണ് സ്പിരിച്വൽ പ്രാക്ടീസസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ, അനാവശ്യ ചിന്തകളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു നിൽക്കുക ഈ ഒരു സമയത്ത്. പിന്നെ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ നൽകുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസസ്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെൽഫ് ലവ് ആ ഒരു എനർജിയിലാണ് ആയിരിക്കേണ്ടത്. പ്രയോറിറ്റൈസ് ചെയ്ത ആ ഒരു സെൽഫ് ലവ് ഒരു പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. അതിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ചെറുതായി കാണാൻ പാടില്ല. ഓക്കെ, ഇനി ഈ ഒരു സംഭവം, ഈ ഒരു പറയുന്ന ട്രാൻസ്ഫോർമേഷൻ, അങ്ങനെ തന്നെ പറയാം. ഓക്കെ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ തുടങ്ങിയ എത്ര സമയത്തിനുള്ളിലാണ് സംഭവിക്കാൻ സാധ്യത എന്ന് ചോദിച്ചാൽ ജൂപ്പിറ്റർ റെട്രോഗ്രേഡിന്റെ ടൈമിലാണ്. അതായത് ഡിസംബർ 13th 2026 തൊട്ട് ഏപ്രിൽ 13th 2027 വരെയുള്ള സമയമാണ് ജൂപ്പിറ്റർ റെട്രോഗ്രേഡ്.
ഇപ്പോൾ തുടങ്ങി ജൂപ്പിറ്റർ retrograde അവസാനിക്കുന്നതിന്റെ ഉള്ളിൽ, അതായത് April 13, 2027 ഉള്ളിലാണ് ഈ പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനായിട്ട് സാധ്യത. ഓക്കെ, ഇനി നമ്മൾ ക്യാപ്സൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത്. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടുള്ള കളക്ടീവ്സുമായി ബന്ധപ്പെട്ട ക്യാപ്സൂൾ ക്ലൂസ് എന്തൊക്കെയാണ്? ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഇനീഷ്യൽസ് കിട്ടിയത് പറയാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങളൊക്കെ ഉണ്ടാകാം. എ, പ, ഇ, ഉ, ഥ, ഴ, ഉ, ഭ, ത, ഖ, ഋ, ഒ. ഓക്കെ, പിന്നെ നമുക്ക് വൃശ്ചികം രാശി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വൃശ്ചികം രാശി ജനിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വൃശ്ചികം രാശി നിങ്ങളുടെ സൺമൂൺ റൈസിൽ ഉണ്ടാവാം. മിഥുന മാസം കിട്ടിയിട്ടുണ്ട്, നമ്മൾക്ക് മിഥുന മാസത്തിലാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള തീയതികൾ 1, 3, 6, 28. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവാം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞായർ, തിങ്കൾ, ബുധൻ. നിങ്ങൾ ജനിച്ചിട്ടുള്ള ദിവസം ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. പിന്നെ ജന്മനക്ഷത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് പൂയം, ഉത്രം, തിരുവാതിര, വിശാഖം, ഉത്രട്ടാതി, അനിഴം. ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ക്ലൂസ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു സുപ്രധാന സംഭവം, ആ സുപ്രധാന സംഭവം എന്താണ്? ഓക്കെ, നല്ല കട കിട്ടിയേക്കണേ, സൺ. നിങ്ങൾ നല്ല എക്സ്ട്രീംലി ഹാപ്പി ആയിരിക്കും ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ. ഓക്കെ, യെസ്, ഇത് സംതിങ് ലൈക്ക് ഒരു പെർമനൻറ്റ് ചേഞ്ച് എന്ന് പറയാം, പെർമനൻറ്റ് ഷിഫ്റ്റ് എന്ന് പറയാം. എന്ത് സംഭവമാണെങ്കിലും യെസ്, ഗുഡ് ന്യൂസ് ആണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഏത് എനർജിയിൽ നിർത്തണം എന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഗുഡ് ന്യൂസ് ആണ്, ഡെഫിനറ്റ്ലി ഗുഡ് ന്യൂസ് ആണ്, അത് പെർമനൻ്റ് ആണ്. ഓക്കെ, 3311 ആണ് ഞാൻ കണ്ട ഒരു ടൈം. അപ്പോൾ ആ ഒരു ഏഞ്ചൽ നമ്പർ ഒന്ന് നോട്ട് ചെയ്യാം. പക്ഷെ ഇത് ഈ ഒരു കാര്യം സംഭവിക്കുന്നത് തൊട്ട് മുൻപ് വരെ ഇങ്ങനെ ഒരു ഷിഫ്റ്റ്, ഇങ്ങനെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളോട് എക്സ്പെക്ട് ചെയ്യില്ല എന്ന് കാണുന്നു. അതായത് യെസ്, സർപ്രൈസ്, ഭയങ്കര സർപ്രൈസ് എനർജി ഉണ്ട് ഇവിടെ, സ്ട്രോങ്. ഞാൻ പറഞ്ഞപ്പോൾ കണ്ട സമയം 33 ആണ്. സ്ട്രോങ് സർപ്രൈസ് എനർജി. ഇത് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഡിവൈൻ്റെ ഒരു ഫുൾ ഇൻ്റർഫിയറൻസ് ഉള്ള ഒരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. ഈ കാര്യം നടക്കുമ്പോൾ തന്നെയാണ് ഇത് നിങ്ങൾ അറിയുന്നത്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുൻപ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലാഞ്ചനയോ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച്, ഒരു സംഭവം നടക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട്. ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് എന്ന് ഞാൻ കേൾക്കുന്നു. പക്ഷെ ഈ ഒരു ഗുഡ് ന്യൂസിലൂടെ ഇത് ഈ പറയുന്ന പോലെ ഔട്ട് ഓഫ് ദ ബ്ലൂ സംഭവിക്കുന്നതാണ്. ഈ ഒരു ഗുഡ് ന്യൂസിന് ഇത് നിങ്ങളായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു കാണുന്നു. ചിലപ്പോൾ കോൺഷ്യസ്ലി നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ റിച്വലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നൊരു കാര്യമാവില്ല. ഏതെങ്കിലും ഒരു മൊമെന്റിൽ നിങ്ങൾ വളരെ നിങ്ങളുടെ എനർജി ആ സമയത്ത് ഹൈ വൈബ്രേഷണൽ ആയിരുന്നിരിക്കണം. ആ ഒരു ഹൈ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞൊരു കാര്യം, അതാണ് നിങ്ങളുടെ റിയാലിറ്റി ആവുന്നത്. നിങ്ങളൊരു വൈൽഡസ്റ്റ് ഡ്രീം ആയിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുക, പക്ഷെ അതാണ് നിങ്ങളുടെ റിയാലിറ്റി ആവുന്നത്. ഓക്കെ, അപ്പം ഇത് നടക്കുമ്പോൾ ഇത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ ആഗ്രഹിച്ചതാണ്, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്തില്ല.
ഞാനത് അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞു പോയെന്നുള്ളൂ, ഇതിങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല എന്നൊരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അത് നടക്കുന്നതിന്റെ കാരണം ആ ഒരു എനർജി തന്നെയാണ്. നിങ്ങൾ ആ ഒരു ഫ്രീക്വൻസി, ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലായിരുന്നപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ മാത്രമല്ല, നിങ്ങൾ അതിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയി. ഓക്കെ, അത് തന്നെയാണ് യൂണിവേഴ്സിനെ വേണ്ടിയിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതൊരുപാട് ഒരു സന്തോഷവും ഒരു അഭിമാനം ഒക്കെ തരുന്ന ഒരു സമയമായിട്ട് കാണുന്നു. ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യുന്ന ഒരു ഫീലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. നീതി നടപ്പായി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങൾക്ക് ഈശ്വരൻ അവസാനം നീതി കൊണ്ടുവന്നു എന്നൊരു തോന്നലാണ് ഈ ഒരു കാര്യം സംഭവിക്കുമ്പോൾ, ഈ ഒരു നല്ല വാർത്ത കേൾക്കുമ്പോൾ, ഈ ഒരു നല്ല മാറ്റം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് തോന്നുക. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഈ സന്തോഷം പങ്കുവയ്ക്കുന്നതായിട്ട് കാണുന്നു, അത് നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് കാണുന്നു. നല്ല കാര്യം. അത് അങ്ങനെ അത്തരത്തിലുള്ള ഒരു മാറ്റം തന്നെയാണ്. നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. കേൾക്കുന്നത് വൺ ഫൈൻ ഡേ, അതായത് പെട്ടെന്ന് ഒരു ദിവസം, ആ ഒരു എനർജി. പക്ഷേ ദിസ് ഈസ് ബ്രിങ്ങിങ് ലോട്ട് ഓഫ് അബണ്ടൻസ്. നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധി ഇതിലൂടെ വരുന്നുണ്ട്. ഓക്കെ, സമൃദ്ധമായ ഒരു ചേഞ്ച് ആണ്, സമൃദ്ധമായിട്ടുള്ള ഒരു മാറ്റം, സമൃദ്ധി ഒരുപാട് കൊണ്ടുവരുന്ന ഒരു മാറ്റം. അപ്പൊ ഈ ഒരു നല്ല വാർത്ത, നിങ്ങളെ തേടിയെത്തുന്ന ഈ ഒരു നല്ല വാർത്ത നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. നിങ്ങൾ തേടി പോകുന്നില്ല, ഇത് നിങ്ങളിലേക്കാണ് വന്നു ചേരുന്നത്. ഇത് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണെന്നാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പൊ ആലോചിക്കുമ്പോൾ എങ്ങനെ നടക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ ഇത് നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് ഉണ്ട് ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ. കാരണം നിങ്ങൾക്ക് ഒരു തരത്തിലും ഈ പറയുന്ന ആഗ്രഹം അതിനെ സാക്ഷാത്കരിക്കാൻ ഇപ്പൊ എന്ത് ചെയ്യണം ഒന്നും അറിയാത്തൊരവസ്ഥയാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നേടിയെടുക്കേണ്ടതെന്ന് അറിയാത്ത ഒരവസ്ഥയാണ്. മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് കൂടെ കാണുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയാ, ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇതെങ്ങനെ എന്ത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ലാത്തൊരു എന്താ പറയുക, കൺഫ്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു എനർജിയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇത് എങ്ങനെ ഇത് നേടിയെടുക്കും, ഇതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, എപ്പോഴേലും ഇങ്ങനെ കാഷ്വലി പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അത് നേടേണ്ട കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. മാത്രമല്ല, നിങ്ങളുടെ ഇപ്പോൾ യുവർ പ്ലേറ്റ് ഈസ് ഫുൾ എന്നാണ് ഞാൻ കേൾക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ചാലഞ്ചസും കോംപ്ലിക്കേഷൻസും ഇങ്ങനെ എന്താ പറയുക കടന്നു വന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജ് ആയിട്ടാണ് കാണുന്നത്. ഈ മാത്രമല്ല, ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന്റെ ഒരു എനർജി പറയുകയാണെങ്കിൽ, ഈ പ്രത്യേകിച്ച് നിങ്ങൾ ഒരുപാട് ചാലഞ്ചസ് കടന്നു വന്നുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇത് നടക്കുന്നിട്ട് പ്രതീക്ഷയൊന്നും അങ്ങനെയില്ല. ഓക്കെ, നിങ്ങളതിങ്ങനെ പറയുന്നു, ഓക്കെ, പക്ഷെ ഉള്ളിൽ തട്ടി പറയാന്ന് ചോദിച്ചാലല്ല, നിങ്ങളുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് അത് ഒരുപാട് നടക്കാനും പോലെ അതൊക്കെ എങ്ങനെ നടക്കാനാണ്, അങ്ങനത്തെ ഒരു തോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അങ്ങനത്തെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതൊരു പോയിന്റ് ആണ്. നിങ്ങൾ അതിൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചെന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും കിട്ടാൻ പോലെ അങ്ങനത്തെ ചിന്തകളിലേക്ക് നിങ്ങൾ പോകുന്നില്ല. അതിന് സാധ്യത നിങ്ങൾ കാണുന്നില്ല. അത് നേടിയെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്ങനെ നേടിയെടുക്കും എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഉത്തരമില്ല. പക്ഷെ നിങ്ങൾ മാക്സിമം പ്രസന്റ് മൊമെന്റിലായിരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ വരുമ്പോഴും നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ ആ ഒരു തോട്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഓക്കെ, ആ ഒരു എന്താ പറയണ്ടേ, അതൊക്കെ ആക്ച്വലി നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഇങ്ങനെ കോൺക്വർ ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്, നിങ്ങൾ അതിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആകാത്തതൊക്കെയാണ് ഈ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് എത്തുന്നതിനുള്ള കാരണം. ഓക്കെ, ഡെഫിനറ്റ്ലി ഇതൊരു നിങ്ങൾ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രസ്, നിങ്ങളുടെ ലൈഫിലെ പ്രോഗ്രസ്, നിങ്ങളുടെ ലൈഫിലെ പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച്. ഓക്കെ, അത്രമേൽ നിങ്ങൾക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ചേഞ്ച്. യാത്ര ഉണ്ടാവാം ഇതിൽ. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ട് യാത്ര, റീലൊക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം, അതിനുള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരു വൈൽഡസ്റ്റ് പോസിബിലിറ്റി ആയിട്ട് നിങ്ങൾ പറഞ്ഞു പോയതായിരിക്കാം, പക്ഷെ അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറാണ്. അപ്പൊ നിങ്ങളത് ഒരേ സമയം നിങ്ങളുടെ അതിശയം ഉണ്ടാക്കും. പക്ഷെ നിങ്ങൾക്ക് അറിയാം, എവിടേക്കോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴൊക്കെ ഞാനിതിങ്ങനെ ചിലപ്പോൾ നിങ്ങളിങ്ങനെ തനിയെ ഇരുന്ന് യൂണിവേഴ്സിനോടൊക്കെ സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ ഒക്കെ ആണെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴേലും നറേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം. അതങ്ങനെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നതൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ എന്താ വെച്ചാൽ നിങ്ങൾ എപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങൾക്ക് ഒരു ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് എനർജിയാണ്. നിങ്ങളത് യൂണിവേഴ്സിനെ ഏൽപ്പിക്കുക, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല, ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രസന്റ് മൊമെന്റിലേക്ക് വരുന്നു, നിങ്ങളുടെ എന്താ പറയുക ഓൾറെഡി ഫ്രണ്ടിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അങ്ങനെ ആ ഒരു ലെവൽ ഓഫ് ഡിറ്റാച്ച്മെന്റ് തന്നെയാണ് ഈ പറയുന്ന പോസിറ്റീവ് ചേഞ്ച്, ഈ പറയുന്ന ആ ഒരു ഗുഡ് ന്യൂസിനെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്.
ഇതിലൂടെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, ഫൈനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. സക്സസ്, വിക്ടറി എന്നൊരു എനർജി, ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച്, ഇതൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മോണിറ്ററി സെക്യൂരിറ്റി എന്ന് ഞാൻ കേൾക്കുന്നു. ഓക്കെ, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾ തേടിയെത്തുന്നു, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾ തേടിയെത്തുന്നു. ഒപ്പം ആ ഒരു മെന്റൽ പീസ്, സെറീനിറ്റി നിങ്ങൾ തേടിയെത്തുന്നുണ്ട്. ഒരു റിഫ്രഷ്മെന്റ് ആണ് ഈ ഒരു ഗുഡ് ന്യൂസിലൂടെ. നിങ്ങളുടെ ലൈഫ് ഒന്നാകെ ഫ്രഷ് ആവുകയാണ്, ഒരു പുത്തൻ തുടക്കം ഉണ്ടാവുന്നു. കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് എനർജിയാണ്. ഓക്കെ, അപ്പൊ ഒന്നിന്റെയും തുടർച്ച ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല. കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ് എനർജിയാണ് പിന്നീട് അങ്ങോട്ട് കാണുന്നത്. ഇനി ഈ പറയുന്ന കാര്യം അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിലായിരിക്കേണ്ടത്? നിങ്ങളോട് പറയുന്നത് വളരെ സധൈര്യം മുന്നോട്ട് പോവുക, ധൈര്യത്തോടെ ആയിരിക്കുക. ഓക്കെ, ഈ ഒരു എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടത്. വളരെ ധൈര്യത്തോടെ, വളരെ ആത്മവിശ്വാസത്തോടെ നിങ്ങളായിരിക്കുക. ആ ക്യൂൺ ഓഫ് സോർട്സ്, ക്യൂൺ ഓഫ് വാൻസ് എനർജിയുടെ ഒരു മിക്സ്. ഓക്കെ, കോൺഫിഡന്റ് ആയിരിക്കണം, വളരെ ധൈര്യം വേണം, സ്ട്രോങ് ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഹോൾഡ് ബാക്ക് ചെയ്യരുത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്കിൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഴിവുകൾ എവിടെയാണോ നിങ്ങൾക്ക് അത് എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, അതിനായിട്ട് നിങ്ങൾക്കൊരു വേദി ഒരുങ്ങുമ്പോൾ അത് നിങ്ങൾ യൂസ് ചെയ്യുക. അവിടെ നിങ്ങൾ പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, പ്രോ ആക്റ്റീവ് ആയിരിക്കാൻ പറയുന്നു. വളരെയധികം ഒരു നിങ്ങൾ എന്ത് ആക്ഷൻസ് ആണ് അപ്പോൾ എടുക്കേണ്ടത് അതൊക്കെ എടുത്ത് മുന്നോട്ട് പോവുക. അങ്ങനെ ആകെ പകച്ചു നിൽക്കല്ല വേണ്ടത് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ കടന്നു വന്ന സ്ട്രഗിൾസിന് പകരം യൂണിവേഴ്സ് നൽകുന്ന ഒരു റിവാർഡാണ്. ഓക്കെ, നിങ്ങൾ കടന്നു വന്നിട്ടുള്ള ആ ഒരു സ്റ്റേജ്, അത്രയും സ്ട്രഗിൾസിലൂടെ, അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നിട്ടുള്ളതായിട്ട് കാണുന്നു. അതിന് പകരം യൂണിവേഴ്സ് നൽകുന്നതാണ് ഈ ഒരു കാര്യം എന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യണം. ദിസ് ഇസ് സംതിങ് യു ട്രൂലി ഡിസേർവ്. ഓക്കെ, ആൻഡ് ഇതിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നു എന്നൊരു എനർജി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ബേർഡനായി തോന്നുന്ന പല കാര്യങ്ങൾക്കും അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുകയാണ് എന്നൊരു എനർജി എനിക്ക് കിട്ടുന്നു. പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഏത് എനർജിയിൽ നിന്നിട്ടാണോ ഇതിനെ ഫേസ് ചെയ്യുന്നത്, ഈ ഒരു ഷിഫ്റ്റിനെ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തിൽ, ആ ഒരു എന്താ പറയുക, എക്സൈറ്റഡ് ആയിട്ട്, കോൺഫിഡന്റ് ആയിട്ട് ആ ഒരു ചേഞ്ചിനെ ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് അതനുസരിച്ച് പിന്നെയും പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളൊരു ആൻഷ്യസ് ആയിട്ട്, സ്ട്രെസ്ഫുൾ ആയിട്ടാണ് ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു ചേഞ്ച്, അത് നല്ല മാറ്റമാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ ആൻഷ്യസ് ആയിട്ടും വളരെ ഒരു ടെൻഷനോട് കൂടെയൊക്കെയാണ് നിങ്ങൾ ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകണമെന്ന് വെച്ചാൽ പതുക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളിലും ഒരു നെഗറ്റിവിറ്റി കടന്നു വരും. ഓക്കെ, അപ്പൊ അത് പാടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചേഞ്ച് വരുമ്പോൾ ഇതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? ആ ചേഞ്ച് വരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും മാറ്റം കൊണ്ടുവന്നിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാവും, അതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് ചേഞ്ച് കൊണ്ടുവന്നിരിക്കണം. ഫൈനാൻഷ്യൽ അബണ്ടൻസ് ഉണ്ടാകുമ്പോഴും നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ പിശുങ്ങി ജീവിക്കുന്ന സിറ്റുവേഷനിലേക്ക് പോകരുത്. ഓക്കെ, കരുതി കൂട്ടി ഫൈനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടാക്കരുത്. അതായത് പൈസ ഇല്ലാണ്ടല്ല കയ്യിൽ, പക്ഷെ ചിലവാക്കില്ല, അപ്പൊ അവിടെ ഫൈനാൻഷ്യൽ സ്ട്രഗിൾ അല്ലേ വരുന്നത്, അത് ഉണ്ടാക്കരുത് എന്ന് നിങ്ങളോട് എടുത്തു പറയുന്നു. പിന്നെ ആ ഒരു വിക്ടിം മൈൻഡ് സെറ്റിൽ നിന്നൊക്കെ പുറത്തു കടക്കാൻ പറയുന്നുണ്ട്. എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നല്ല ചിന്തിക്കേണ്ടത്, ഇത് എനിക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത്, എനിക്ക് നല്ലതിനാണ് സംഭവിക്കുന്നത്. ആ ഒരു എനർജിയാണ് വേണ്ടത്. നിങ്ങളോട് പറയുന്നത് മാക്സിമം ഒരു പേഷ്യൻസ് ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കണം. വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ ചില സമയത്ത് ആക്ഷൻ എടുക്കേണ്ടതായിട്ട് വരും, ചില സമയത്ത് ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് എടുക്കേണ്ടതുണ്ടോ അതൊക്കെ കൃത്യമായി എടുക്കുക. ഓക്കെ, അനാവശ്യമായിട്ട് സ്ട്രെസ്ഡ് ആകേണ്ട ആവശ്യമില്ല. വെറുതെ കാട് കയറി ചിന്തിച്ച് പ്രശ്നങ്ങളെ ക്ഷണിച്ചു വരുത്തരുതെന്ന് നിങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്ട്രെസ്ഫുൾ ആവാൻ ആക്ച്വലി ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക. പകരം ഈ വരുന്ന മാറ്റങ്ങളെ എൻജോയ് ചെയ്യുക, അത് ആസ്വദിക്കുക. കാരണം ഈ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഈ വരുന്ന ഫൈനാൻഷ്യൽ ചേഞ്ച് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നേടിയതാണെന്നാണ് കിട്ടുന്നത്. ഇത് ഡെഫിനറ്റ്ലി നിങ്ങളൊരു കോൺക്വർ ചെയ്യുന്ന ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ടാവും, കോൺക്വർ ചെയ്യുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്ക് അർഹതപ്പെട്ടതാണെന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ശക്തമായിരിക്കും. ആ അർഹതപ്പെട്ടത് നിങ്ങളുടെ ലൈഫിലേക്ക് വെറുതെ അങ്ങോട്ട് വന്നിട്ടുള്ളതല്ല, അതിൽ നിങ്ങളുടേതായ പങ്കുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുള്ള ഇന്നർ വർക്ക്, നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് സൽപ്രവൃത്തികളുടെയും കഷ്ടപ്പെട്ടതിന്റെയും ഒക്കെ ഫലമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ അത് അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ അതിൽ സന്തോഷിക്കുക, അഭിമാനിക്കുക. അത് ആ ഒരു സമയം നിങ്ങൾ എൻജോയ് ചെയ്യുക. ഈ ഒരു ചേഞ്ചിനെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് അതിനെ ഉൾക്കൊള്ളേണ്ടത്, അതിലൂടെ മുന്നോട്ട് പോകേണ്ടത്. വളരെ ഹാപ്പി ആയിട്ട്, എക്സൈറ്റഡ് ആയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, ആ ഒരു പ്രസന്റ് മൊമെന്റിൽ മാക്സിമം ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് അത് ഗുണം ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ബൗണ്ടറീസ് വേണം. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല നല്ല മാറ്റങ്ങൾ വരുമ്പോൾ അത് എല്ലാവരോടും പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞപ്പോൾ കണ്ട സമയം 44 ആണ്.
അതായത് നിങ്ങളുടെ നല്ലതിനെ നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യണം എന്നർത്ഥം. നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം. ഓക്കെ, ക്രിയേറ്റ് എ സ്ട്രോങ് ബൗണ്ടറി. അവിടെ അത് എല്ലാവരോടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം ആരോടൊക്കെയാണ് പറയേണ്ടത്, ആരോടൊക്കെയാണ് പറയാൻ പാടില്ലാത്തത്. അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. പ്രതീക്ഷയോടെ ആയിരിക്കുക, പോസിറ്റീവ് എനർജിയിലായിരിക്കുക, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കാം. ഓരോ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നല്ല അനുഭവങ്ങൾ വന്നു തുടങ്ങുമ്പോൾ ഇനിയും നല്ലതേ സംഭവിക്കൂ, ആ ഒരു പ്രതീക്ഷയോടെയും ആ ഒരു ഒപ്റ്റിമിസ്റ്റിക് എനർജിയിലുമാണ് നിങ്ങൾ ആയിരിക്കേണ്ടത്. ഇത്രയും സന്തോഷിക്കിട്ടല്ലേ ഇനി കരയേണ്ടി വരുമോ, അങ്ങനത്തെ ചിന്ത പാടില്ല. അതാണ് നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഏത് രീതിയിലാണ് ഈ ഒരു സാഹചര്യത്തിന്, ഏത് എനർജിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്നത്, അത്തരം എക്സ്പീരിയൻസസ് ആണ് നിങ്ങൾ പിന്നെ അട്രാക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സന്തോഷത്തിന് പിന്നാലെ സന്തോഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അത് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് ഈശ്വരനോട് നന്ദി പറഞ്ഞ ആ ഹാപ്പിനെസ്സിൽ തന്നെ, ഒന്നും ചിന്തിക്കാതെ ആ ഹാപ്പിനെസ്സിൽ തന്നെ ഇനി അങ്ങോട്ട് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും വീണ്ടും ഹാപ്പിനെസ് തന്നെ വരുള്ളൂ. അതേസമയം കുറെ സന്തോഷിക്കുമ്പോൾ ഇതെന്താ പിന്നെക്ക് മേലെ കുറെ സന്തോഷം ഉണ്ടാവുള്ളൂ, എന്തെങ്കിലും സങ്കടം വരുവാവോ എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് അങ്ങനത്തെ ചിന്തകൾ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവാനുള്ള കാര്യങ്ങൾ സംഭവിക്കും. അത് നിങ്ങൾ തന്നെ അട്രാക്ട് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങളോട് യൂണിവേഴ്സ് പറഞ്ഞു വെക്കുന്നതാണ്, ഇതൊരു പോസിറ്റീവ് ചേഞ്ച് ആണ്, ഇതൊരു പോസിറ്റീവ് ഷിഫ്റ്റ് ആണ്. ഓക്കെ, ഈ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതാണ്, നിങ്ങളെ തേടി വരുന്നതാണ്. ഈ പോസിറ്റീവ് ഷിഫ്റ്റ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അതിലുണ്ടാകുന്ന ഓരോ നല്ല എക്സ്പീരിയൻസസിന് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് ആ വരുന്ന മൊമെന്റ്സ് എൻജോയ് ചെയ്ത്, ഇത് നിങ്ങൾ ഒരുപാട് കാലത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന വളരെ നല്ലൊരു മാറ്റമാണ്. അപ്പൊ അതിനെ എൻജോയ് ചെയ്ത് പോവുക. ഓക്കെ, അതിനായി നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് സന്ദർഭത്തിലോ അല്ലെങ്കിൽ വിചാരിക്കുന്ന രീതിയിലല്ല സംഭവിക്കണേന്ന് വെച്ചിട്ട് അവിടെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് ആണ് കൊണ്ടുവരുന്നത്, നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടൻസ്, സമൃദ്ധിയാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അവിടെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പൊ ഇപ്പൊ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം. ഒരു ഫൈനൽ കാർഡ് കിട്ടിയതാണ് 6 of Swords. സമാധാനമാണ് ഇനി അങ്ങോട്ട് എന്ന് മനസ്സിലാക്കുക. സമാധാനത്തോടെ ആയിരിക്കുക വേണം നിങ്ങൾ, അനാവശ്യ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇപ്പോൾ തുടങ്ങി എത്ര സമയത്തിനുള്ളിലാണ് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ ലൈഫിൽ ഈ പറഞ്ഞ ഈ ഒരു കാര്യം, ഈ പ്രധാന കാര്യം നടക്കാനായിട്ട് സാധ്യത കാണുന്നത്? അവരുടെ കറണ്ട് എനർജി ബേസ് ചെയ്തിട്ട് ഇപ്പൊ തുടങ്ങി എത്ര സമയത്തിനുള്ളിലാണ് ഈ ഒരു കാര്യം നടക്കാനായിട്ട് കാണുന്നത്? ഓക്കെ, ഇൻ ദ ഡിസ്റ്റൻസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും നിങ്ങളുടെ കറണ്ട് എനർജി ബേസ് ചെയ്തിട്ട് ഇത് നടക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കറണ്ട് എനർജി വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ ഗൈഡൻസ് നിങ്ങൾ ഇപ്പോഴേ ഫോളോ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അത്രമാത്രം ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ നിങ്ങൾ പോകുന്നത് കൊണ്ടാണ് ഇൻ ദ ഡിസ്റ്റൻസ് ഫ്യൂച്ചർ എന്ന കാർഡ് വന്നിട്ടുള്ളത്. അതായത് നടക്കില്ല എന്നുള്ളൊരർത്ഥമാണ്. ഈ ജന്മത്തിൽ അത് നടക്കില്ല. കാരണം ഇപ്പോഴത്തെ എനർജി ബേസ് ചെയ്തിട്ട് ആണ് ഞാൻ ടൈം ഫ്രെയിം ചോദിച്ചത്, അപ്പോഴാണ് ഈ കാർഡ് വന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾ ഈ ഒരു ഗൈഡൻസ്, ഇപ്പൊ യൂണിവേഴ്സ് ഈ ഗൈഡൻസ് ഇപ്പോഴേ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം, ഈ പറഞ്ഞ സുപ്രധാന കാര്യം ഇപ്പൊ തുടങ്ങി എത്ര സമയത്തിനുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട്? ഗൈഡൻസ് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തോ? ഈ തന്നിരിക്കുന്ന ഗൈഡൻസ് ഇപ്പോഴേ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തോ? ഈ പറയുന്ന നെക്സ്റ്റ് വീനസ് റെട്രോഗ്രേഡ് എന്ന് പറയുന്നത് October 3, 2026 തൊട്ട് November 14, 2026 വരെയുള്ള സമയമാണ്. ഇപ്പോൾ തുടങ്ങി November 14, 2026 ഈ പറഞ്ഞ ഷിഫ്റ്റ് സംഭവിച്ചിരിക്കും. അതിനാണ് സാധ്യത ഏറി നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഈ നിങ്ങളുടെ ഇപ്പോൾ ആയിരിക്കുന്ന എനർജി നിങ്ങൾക്ക് നല്ലതല്ല. ആ എനർജി വെച്ചിട്ട് ഈ പറയുന്ന ഷിഫ്റ്റ് സംഭവിക്കില്ല. അതിന് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും അത് നടക്കില്ല. കാരണം നിങ്ങളുടെ എനർജി അത്രയും ഒരു ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലാണ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സെക്കൻഡ് സെക്ഷനിൽ നമ്മൾ കുറച്ച് ഗൈഡൻസ് നിങ്ങൾക്ക് തന്നല്ലോ. ആ ഗൈഡൻസ് ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോഴേ ഡേ ടു ഡേ ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ വീനസ് റെട്രോഗ്രേഡ് അവസാനിക്കുന്നതിനുള്ളിൽ, ഇപ്പൊ തുടങ്ങി വീനസ് റെട്രോഗ്രേഡ് അവസാനിക്കുന്നതിനുള്ളിൽ ഇക്കാര്യം നടന്നിരിക്കും, ഈ മാറ്റം നടന്നിരിക്കും. ശ്രദ്ധിക്കുക. ഓക്കെ, അനാവശ്യ ചിന്തകളെ വെറുതെ പ്രോത്സാഹിപ്പിക്കേണ്ട, നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ പ്രോത്സാഹിപ്പിക്കേണ്ട. പ്രസന്റ് നോർമൽ ആയിരിക്കുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് എടുക്കുന്നത്.
ഓക്കെ, ഞാൻ ഈ ക്ലൂസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരികെ വരാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള അക്ഷരങ്ങൾ വെക്കാം. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് നിങ്ങളുടെ പേരിലുള്ള അക്ഷരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓ, ധ, ധ, ന, ഋ, ഇ, ഷ, ഓ, ഋ, ഋ, ര, യ, ഠ, ഖ. ഓക്കെ, ഇത്രയും അക്ഷരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞായർ, വെള്ളി, ഇതിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം, ഉത്രട്ടാതി, പൂരാടം, ചോതി, തൃക്കേട്ട, ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ജനിച്ച മാസം എന്ന് പറയുന്നത് ധനു, കർക്കടകം, കന്നി, ഇതിലേതെങ്കിലും ഒന്നാകാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങളുടെ ജനന തീയതി എന്ന് പറയുന്നത് 5, 7, 14, 15, 16, 27, ഇതിലേതെങ്കിലും ഒന്നാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. അപ്പോൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഗ്രൂപ്പാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു ഇപ്പോഴത്തെ എനർജി, ഈ പറയുന്ന കാര്യം അത് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും അത് നടക്കാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറയ്ക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ. അത് നിങ്ങൾ തന്നെ മാറ്റിയെടുക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ആ ചേഞ്ച് കാണാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ സയൻസ് എന്ന് പറഞ്ഞാൽ 111, ആ നമ്പർ 333, പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 33, 33, 44, 44. ഈ പറയുന്ന നമ്പേഴ്സൊക്കെ ഈ റീഡിംഗ് കാണുന്നതിന് മുൻപായിട്ട് 24 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ ഈ റീഡിംഗ് കണ്ടതിന് ശേഷം 24 മണിക്കൂറിനുള്ളിലോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.